ഈ വാർത്ത കേട്ടതോടുകൂടി ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമത്തിലാണ്. അതായത് ഒരിക്കലും നീതിപീഠത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തായി കഴിഞ്ഞാൽ നിയമം നടപ്പാക്കുക എന്നുള്ളത്. പക്ഷേ ഈ നിയമം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു നീതിയാണ്. അതായത് ഇത്തരം കുട്ടികൾക്ക് ഇനിയും തുടർ പഠനത്തിന് തുറസായ വേദിയിലേക്ക് അവസരമൊരുക്കിയ ഗവൺമെൻറ്റിനോടും ബഹുമാനപ്പെട്ട നീതിപീഠത്തോടും ഞാൻ വളരെയേറെ അമർഷം രേഖപ്പെടുത്തുകയാണ്. അതായത് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ 3 വർഷം ഡീബാറും എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇവർ കൊലയാളികളായ കുട്ടികൾക്ക് ഇവർ എക്സാം എഴുതാൻ അനുവദിച്ചു. ഓക്കെ, അത് നിയമം അങ്ങനെയാണ് എന്ന് കഴിഞ്ഞാൽ ഇവർക്ക് തുറസായൊരു വേദിയിലേക്ക് പഠനത്തിന് സൗകര്യമൊരുക്കിയ ഗവൺമെൻറ്റിനോട് ഞാൻ അതിയായ വേദനാജനകമായ ഒരു പ്രതിഷേധം തന്നെയാണ്. ഇത് കാണുന്ന മുഴുവൻ ജനങ്ങളും അവർ ഏത് സ്കൂളിലാണോ അവസരം നേടാൻ പോകുന്നത് ആ സ്കൂളിൽ അത് പേരൻസ് ആയിക്കോട്ടെ, അതായത് രക്ഷിതാക്കൾ, അമ്മമാരായിട്ട് എല്ലാവരും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം. ഇത് ഇന്ന് നാളെ ഇവർ ഇതിലും വലിയ കൊലയാളികളാവാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്ത ഒരു സപ്പോർട്ടായിട്ടാണ് ഞാനിത് കാണുന്നത്. അതുകൊണ്ട് ഇത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത, അതായത് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന മുഴുവൻ ജനങ്ങളും, ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിന് ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കണം. എന്നിട്ട് അവർക്ക് വീണ്ടും തിരിച്ച് ജുവൈനൽ ഹോമിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഗവൺമെൻറ് ഒരുക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. അതായത് അവർ തുറസായ വേദിയിലേക്ക് വിടാൻ പാടില്ല. അതായത് ഇവർ ചെയ്ത വോയിസുകളും, അതായത് ഇവർ ചെയ്ത് എൻ്റെ കണ്ണ് പോയി നോക്കി ഇങ്ങനത്തെ ഈ വോയിസ്, ഈ കുട്ടികൾ 15 വയസ്സായ കുട്ടികളല്ല, അവർ 35 വയസ്സായ കുട്ടികളുടെ മനോഭാവത്തിലാണ് അവർ ചെയ്തത്. അതുകൊണ്ട് ഈ കാണുന്ന എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ ഈ വോയിസ് പ്രതീക്ഷ, അതായത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ആളുകളും ഇതിന് വേണ്ടി കഴിഞ്ഞ് പ്രതിഷേധിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അതായത് എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ അനുഭവിക്കുന്ന വേദന, അതായത് ഇനിയൊരു രക്ഷിതാവിനും ഒരു അച്ഛനമ്മമാർക്കും ഇത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഗവൺമെൻറ് കൺതുറന്ന് ഇതിന് ശക്തമായ നടപടി എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.